ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓൺലൈൻ സേവന കേന്ദ്രത്തിലോ അതുപോലെ അക്ഷയ കേന്ദ്രത്തിലോ ഒന്നും പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കേരള പ്രവാസി ക്ഷേമനിധി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെയാണ് അംഗത്വമെടുക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേരള പ്രവാസി ക്ഷേമനിധി പേയ്മെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേരള പ്രവാസി പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്നൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്വിക്ക് പേയ്മെൻറ്റ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പറാണ് ആദ്യം കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്ന ക്രമത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ക്യാപ്ച എന്നൊരു ഭാഗം കാണാം. അവിടെയായിട്ട് നിങ്ങൾ അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ്, അതിലെന്താണോ കാണുന്നത് അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു റൗണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ക്യാപ്ച വരുന്നതാണ്. അതിനുശേഷം താഴെയുള്ള ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്രവാസി ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേര് കാണാം, അതുപോലെ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് കാണാം, അതുപോലെ നിങ്ങൾ എത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടത്, ഇതുവരെ അടച്ച എമൗണ്ട് എത്രയാണ്, ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് എത്രയാണ് എന്നുള്ളതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അടയ്ക്കാൻ ബാക്കിയുള്ളത് 1400 രൂപയാണ്. പെനാൽറ്റിയും അതുപോലെ ഫൈനൊന്നുമില്ല. ഈ കാണുന്നത് മാത്രമാണ് നമുക്ക് അടയ്ക്കാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അടയ്ക്കേണ്ട എമൗണ്ട് അടയ്ക്കാം. ഇനി പെനാൽറ്റി ആണെങ്കിൽ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടെങ്കിൽ അതും അടയ്ക്കാൻ സാധിക്കും. ഇനി രണ്ടും കൂടി അടയ്ക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പെനാൽറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ അടയ്ക്കാനുള്ളൂ. അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് താഴെയുള്ള പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെയായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ താഴെയുള്ള ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഏത് ബാങ്കാണോ ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ വാലറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിലൂടെയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് UPI ID ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് UPI എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബോക്സ് ഓപ്പണായി വരും. അതല്ലെങ്കിൽ മുകളിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് UPI ID ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ പേയുടെ UPI ID ആണ്. അതിനായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിൻ്റെ റെസീറ്റാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റെസീറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് PDF എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഈ ഒരു PDF ഫയൽ സേവ് ആകുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവാസി ക്ഷേമനിധി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെയാണ് അംഗത്വം എടുക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.